പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് AEWൻ്റെ ഇന്ന് കഴിഞ്ഞ ഡൈനാമിക് വീക്ക്ലി എപ്പിസോഡ് ഗ്രാൻഡ് സ്ലാം എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ എഡീഷൻ ആയിട്ടായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഗ്രാൻഡ് സ്ലാം സ്പെഷ്യൽ എഡീഷനിലെ ഏറ്റവും വലിയൊരു സർപ്രൈസ് മുൻ WWE യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനൊക്കെ ആയിരുന്ന, ഇപ്പോൾ ഹെർട്ട് ബിസിനസിൻ്റെ മാനേജറൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന MVP AEWയിൽ ഒഫീഷ്യലായി സൈൻ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് സെർവ് സ്ട്രിക്ലാൻഡ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് മാനേജറായ പ്രിൻസ് നാന ഒരു സെഗ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് MVPയുടെ ആ ഒരു വരവ് അപ്പിയറൻസ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നീട് വന്ന് MVPയുടെ വിസിറ്റിംഗ് കാർഡ് പ്രിൻസ് നാനക്ക് കൊടുക്കുന്നതും ഒരു മുൻ ചാമ്പ്യൻ തൻ്റെ സഹായം ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ബിസിനസ് സംസാരിക്കാം എന്നുള്ളതിൻ്റെ സൂചനകൾ നൽകിക്കൊണ്ട് MVP അവിടെ നിന്ന് പോകുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ MVPയുടെ ഈ ഒരു അപ്പിയറൻസ് വളരെ സർപ്രൈസ് ആയിരുന്നു, മുൻകൂട്ടിയിട്ടൊന്നും അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. MVPക്ക് പിറകെ ബോബി ലാഷ്ലിയും ഹെർട്ട് ബിസിനസിൻ്റെ ആ ഫാക്ഷനും AEWയിൽ വെച്ച് റീയൂണിയൻ ചെയ്യാൻ സാധ്യത ഉണ്ടെന്നുള്ള ഒരു റൂമറും നിലവിൽ പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും MVP ഓൾ എലീറ്റിൻ്റെ ഭാഗമായിരിക്കുന്നു. രണ്ടാമത്തെ അപ്ഡേറ്റ്, ഗ്രാൻഡ് സ്ലാം എന്ന് പറയുന്ന സ്പെഷ്യൽ ഡൈനാമിക് വീക്ക്ലി എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ നടന്ന നമ്പർ 1 കണ്ടൻഡേഴ്സ് മത്സരത്തിൽ ഡെർബി എലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ജോൺ മോക്സ്ലി വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം ജോൺ മോക്സ്ലിയെ ആക്രമിക്കാൻ ബ്രാൻ ഡാനിയൽസൺ വരുന്നുണ്ട്, നിലവിലെ AEW വേൾഡ് ചാമ്പ്യൻ. പിന്നീട് ജോൺ മോക്സ്ലിയെ സഹായിക്കാൻ വേണ്ടി ക്ലൗഡിയ കാസ്നോളി, പാക്ക്, മെറിന ഷെഫീർ തുടങ്ങിയവരൊക്കെ നിൽക്കുന്നുണ്ട്. അവിടെ ബ്രയാൻ ഡാനിയൽസിന് സഹായമായി മറ്റ് AEW റെസ്ലേഴ്സും വരുന്നുണ്ട്. പിന്നീട് റസൽ ഡ്രീം എന്ന് പറയുന്ന പേപ്പർ വ്യൂയിലേക്ക് ബ്രയാൻ ഡാനിയൽസിൻ്റെ AEW വേൾഡ് ടൈറ്റിൽ ചാമ്പ്യൻഷിപ്പിൻ്റെ ഓപ്പർച്യൂണിറ്റി ജോൺ മോക്സ്ലിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇനി നമ്മൾക്ക് തമ്മിലുള്ളത് ഒരു യുദ്ധമാണ് എന്നുള്ളതും ബ്രയാൻ ഡാനിയൽസൺ പറയുന്നുണ്ട്. അപ്പോൾ ബ്രയാൻ ഡാനിയൽസനും ജോൺ മോക്സ്ലിയും തമ്മിലുള്ള ഒരു കിടിലൻ സ്റ്റോറിയാണ് റസൽ ഡ്രീമിൻ്റെ ഭാഗമായി ഇനിയുള്ള ഡൈനാമിക് കൊളീഷൻ വീക്ക്ലി എപ്പിസോഡിലൂടെ കാണാൻ സാധിക്കുക. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് സൂപ്പർ താരമായ റോമൻ റെയിൻസിൻ്റെ ബിഗ് പ്ലാനുകളെ സംബന്ധിച്ചാണ്. റോമൻ റെയിൻസ് ഈ ശനിയാഴ്ച നടക്കാൻ പോകുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ അപ്പിയർ ചെയ്യുമെന്നുള്ളത് കൺഫേം ആയിട്ടുണ്ട്. കൂടാതെ റോമൻ റെയിൻസ് ഒക്ടോബറിൽ നടക്കാൻ പോകുന്ന 3 സ്മാക്ഡൗൺ എപ്പിസോഡുകളിലും നവംബറിൽ നടക്കാൻ പോകുന്ന 3 സ്മാക്ഡൗൺ എപ്പിസോഡുകളിലും കൺഫേം ആയിട്ടുണ്ട്. അതായത് റോമൻ റെയിൻസ് അപ്പിയർ ചെയ്യും എന്നുള്ളത് കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയിൽ വരുന്ന ക്രൗൺ ജുവൽ, സർവൈവർ സീരീസ് തുടങ്ങിയ പ്രീമിയം ലൈവ് ഇവൻറ്റുകളിലെല്ലാം റോമൻ റെയിൻസിന് സ്റ്റോറിയും മത്സരം ഉണ്ടായിരിക്കും എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ബാഡ് ബ്ലഡ് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ റോമൻ റെയിൻസും കോഡി റോഡ്സും ടീം ആയിക്കൊണ്ട് സോളോ സിക്കോവിയെയും ജേക്കബ് ഫാറ്റുവിനെയും ബ്ലഡ് ലൈൻ ഗ്രൂപ്പിനെയുമാണ് നേരുന്നത്. അതിനുശേഷം ഇതേ സ്റ്റോറി തന്നെ കണ്ടിന്യൂ ചെയ്യാനും ക്രൗൺ ജുവലിലും അതിനുശേഷം സർവൈവർ സീരീസിലെ വാർ ഗെയിംസിലും ബ്ലഡ് ലൈനെതിരെയുള്ള സ്റ്റോറിയും റോമൻ റെയിൻസ് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതിൻ്റെ ഒരു സൂചന തന്നെയാണ് ഈ അപ്പിയറൻസിൻ്റെ ഡേറ്റ്സ് നമുക്ക് കിട്ടുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ റോമൻ റെയിൻസ് ഇനി 2-3 മാസത്തേക്ക് ഫുൾ ടൈം WWE സ്മാക്ഡൗൺ ബ്രാൻഡിൽ ആക്റ്റീവ് ആയിരിക്കും എന്നുള്ളതും കൂടി ഇതിൻ്റെ ഒപ്പം കൂട്ടിച്ചേർക്കാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.